2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം സീറ്റ് ബി.ജെ.പിക്ക് വിട്ടുകൊടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് CPM. അതുകൊണ്ടാണ് ശിവൻകുട്ടിയെ ഇനി മത്സരിപ്പിക്കാതെ പകരം ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കാൻ CPM തയ്യാറെടുക്കുന്നത്. ആര്യ രാജേന്ദ്രനാണ് CPM സ്ഥാനാർത്ഥിയെങ്കിൽ തീർച്ചയായും അവിടെ CPM വോട്ട് കച്ചവടം നടത്തുമെന്നത് ഉറപ്പാണ്. ആര്യയെപ്പോലൊരു സ്ഥാനാർത്ഥിയെ CPM പരിഗണിക്കുന്നത് വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതത്തിന്റെ ഭാഗമായി തന്നെയാണ് എല്ലാവരും പറയുന്നത്. ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് നിലവിൽ CPM MLA ആണ്. CPM കുടുംബത്തിൽ നിന്നും 2 MLA-മാർ അത് പതിവുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ലേ എന്നുള്ളതിന് ഉത്തരമാണ് മുഖ്യമന്ത്രിയും മരുമകനും. അതുകൊണ്ട് അതൊരു പുത്തരിയല്ല. എന്നാൽ നിയമത്ത് നടക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, BJP-യുമായുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, റിയാസിനെ സംബന്ധിച്ചിടത്തോളം ആര്യ തിരുവനന്തപുരം ജില്ലയിൽ അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു നേതാവാണ്. ആര്യ രാജേന്ദ്രനെ ഇറക്കി അവിടെ CPM ബലിയാടാകുമ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ആ മണ്ഡലത്തിൽ നോട്ടമിട്ടിരിക്കുകയാണ്. 22,000-ഓളം വോട്ടിന്റെ ലീഡ് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലാടിസ്ഥാനത്തിൽ നേടിയെടുത്തപ്പോൾ തന്നെ അദ്ദേഹം നോട്ടമിട്ടത് തന്നെയാണ് നിയമം. ചുമ്മാതല്ല അദ്ദേഹത്തെ പിടിച്ച് സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നത്. VD സതീശൻ പറഞ്ഞതുപോലെ നേരാവണ്ണം കേരള രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെയാണ് പല കാര്യങ്ങളും രാജീവ് ചന്ദ്രശേഖരൻ വെട്ടിത്തുറന്ന് പറയുന്നത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സുരക്ഷാ ഏജൻസിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ. അത് പിന്നീട് BJP-യിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിനിടയാകുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടേ അംബാനെ എന്നൊക്കെ പറയുന്ന രീതിയിലേക്കായി രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയം അത്ര വലിയ പിടിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മലയാളം അതിനെ തെറ്റായ വ്യാഖ്യാനം കൊടുത്തു എന്നും അദ്ദേഹം അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര സുരക്ഷാ സേനയെ പഴിച്ചിട്ടില്ല താൻ എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിലെ BJP നേതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും സുരേന്ദ്രനെ പോലെയല്ല ചന്ദ്രശേഖരൻ. നിലവിൽ പല കാര്യങ്ങളിലും രാജീവ് ചന്ദ്രശേഖരൻ ബബ്ബയടിക്കുകയാണ്. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയല്ല, അദ്ദേഹം കാരണം വോട്ട് ഷെയർ കേരളത്തിൽ കുറയാൻ പോവുകയാണെന്നും അതിന് കാരണമാകുന്നത് കൃത്യമായും ഇടതുപക്ഷത്തിന്റെ 3ാം ഭരണത്തിന് വേണ്ടി BJP പല സ്ഥലങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തി പകരം വോട്ട് ഷെയർ കുറഞ്ഞാലും വേണ്ടില്ല 2-3 സീറ്റുകൾ തരപ്പെടുത്തിയെടുത്ത് താൻ മികച്ച രീതിയിലുള്ള നേതാവാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള നീക്കമാണ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്നത്. പക്ഷേ വാസ്തവത്തിൽ 20% വോട്ട് ഷെയർ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും NDAക്ക് നിയമസഭയിൽ ഒരൊറ്റ സീറ്റ് നേടിയെടുക്കാൻ LDF സമ്മതിച്ചാലും UDF ഉള്ള കാലത്തോളം അനുവദിക്കില്ല എന്നതാണ് VD സതീശൻ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്.